വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം വളർത്താനും പരീക്ഷണ നിരീക്ഷണങ്ങൾക്കുമായി വിഭാവനം ചെയ്ത രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് നാശോന്മുഖമാകുന്നു. ശാസ്ത്ര പഠന ആവശ്യത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ സ്ഥലം സ്വകാര്യ വാണിജ്യ സംരംഭമായ റോബോ പാർക്കിന് കൈമാറാനുള്ള നീക്കം വിജ്ഞാൻ സാഗറിന് മരണമണിയാകുമെന്നാണ് ആശങ്ക. വിദ്യാർത്ഥികളിൽ ശാസ്ത്രത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും മനസ്സിലാക്കി മുൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വിഭാവനം ചെയ്ത് 2019 രാമവർമ്മപുരത്ത് പ്രവർത്തനം ആരംഭിച്ച വിജ്ഞാൻ സാഗർ ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ്. ശാസ്ത്ര സിദ്ധാന്തങ്ങൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വർക്കിംഗ് മോഡലുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതിനാൽ അവ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമായി കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു തീരുമാനപ്രകാരം അത് ഒരു സ്വകാര്യ സംരംഭകന് ലീസിന് നൽകിക്കൊണ്ട് റോബോ പാർക്ക് എന്നൊരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുവഴി ഈ വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമല്ല ശാസ്ത്രപ്രേമികൾക്കൊക്കെ തന്നെ വലിയൊരു സ്ഥാപനം നഷ്ടമാകുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. ഇതിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രമേയം പാസ്സാക്കുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിവേദനം നൽകുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വരിക തന്നെ ചെയ്യും, ഇതൊരു സർക്കാർ പോളിസി നടപ്പാക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. സർക്കാർ പോളിസികൾക്കോ ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എതിരല്ല. വിജ്ഞാൻ സാഗറിന്റെ മുൻവശത്ത് ISRO സ്ഥാപിച്ച റോക്കറ്റിന്റെ മാതൃക തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങി. വിജ്ഞാൻ സാഗറിന് വേണ്ടി പണമുടക്കി സ്ഥാപിച്ച ട്രാൻസ്ഫോർമർ KSEB തിരിച്ചു കൊണ്ടുപോയി. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾക്കിടയിലാണ് സ്ഥാപനത്തിന്റെ കെട്ടിടവും 8 ഏക്കറോളമുള്ള ഭൂമിയും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് റോബോ പാർക്ക് എന്ന സംരംഭത്തിന് കൈമാറാൻ ജില്ലാ പഞ്ചായത്ത് ധാരണയായിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രജ്ഞാനം പകരാനും ശാസ്ത്ര പരീക്ഷണങ്ങൾ, വാനനിരീക്ഷണം, പ്രകൃതി നിരീക്ഷണം എന്നിവ നടത്താനും വിഭാവനം ചെയ്ത സ്ഥാപനത്തിന് പുതിയ സംരംഭം ഭീഷണിയാകുമെന്ന ആശങ്കയാണ് ശാസ്ത്ര കുതുകികൾ പങ്കുവയ്ക്കുന്നത്. വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ശാക്തീകരിച്ച് സംരക്ഷിക്കാനും അതിന് വിഘാതമാകുന്ന നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയാനും ആവശ്യപ്പെട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതിനകം രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രാദേശിക ഭരണകൂടത്തിൻ്റെ പഞ്ചായത്തുകളുടെ മുതൽ MP ഫണ്ട് വരെ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതിനകത്ത് 3D തിയേറ്റർ, പ്ലാനറ്റോറിയം പോലെയുള്ള വികസനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിസ്മൃതിയിലാവുകയും പകരം അവിടെ പ്രവേശന ഫീസ് വെച്ചിട്ട് റോബോ പാർക്ക്, ഡ്രോണ്, പിന്നെ ഹോട്ടൽ അങ്ങനെയൊക്കെയുള്ള വിപുലമായ സൗകര്യങ്ങളാണ് അവിടെ വരാൻ പോകുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണോ ഈ ശാസ്ത്ര സ്ഥാപനം പ്ലാൻ ചെയ്തത് അത് ഇല്ലാതാവുകയും പകരം വേറെ ഒന്ന് വരികയും ചെയ്യും. ഉപാധി വെച്ചിട്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് ജില്ലാ പഞ്ചായത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഈ സ്ഥലം കൈമാറിയിട്ടുള്ളത്. സ്വകാര്യ വാണിജ്യ സംരംഭമായ റോബോ പാർക്ക് വരുന്നതിൽ ആരും എതിരല്ല. ശാസ്ത്രബോധവൽക്കരണം ലക്ഷ്യമിട്ട പൊതുസംരംഭമായ വിജ്ഞാൻ സാഗറിനെ വിഴുങ്ങിക്കൊണ്ട് ഒരു സ്വകാര്യ സംരംഭം കൊണ്ടുവരുന്നതാണ് ശാസ്ത്രപ്രേമികളെ ആശങ്കയിലാഴ്ത്തുന്നത്. TCV തൃശ്ശൂർ.